ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നിങ്ങളാരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷ് ഉണ്ടാക്കാം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് വെച്ചൊരു ചോക്ലേറ്റ് കേക്കാണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ്: ചോക്ലേറ്റ് ബിസ്ക്കറ്റ് നന്നായിട്ട് പൊടിച്ചെടുത്തത്, ഒരു ചോക്കോബോർ ഐസ്ക്രീം, പാൽ തിളപ്പിച്ച് വെച്ചത്, ഒരു ചെറിയൊരു കുപ്പി വാനില എസൻസ്. ഇത്രയും മാത്രം മതി നമുക്ക് മെയിനായിട്ടും ഇതിലോട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബേക്കിംഗ് പൗഡർ മാത്രമേ എടുക്കുന്നുള്ളൂ. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും ഈ കേക്ക് ഉണ്ടാക്കാൻ എടുക്കാം. ചോക്ലേറ്റ് ബിസ്ക്കറ്റോ ക്രീം ബിസ്ക്കറ്റോ ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഈ മിക്സിലോട്ട് നമുക്ക് പാലൊഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പാല് കുറേശ്ശെയായി ഈ മിക്സിലോട്ട് നന്നായിട്ട് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും തന്നെ കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ബാറ്റർ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തിക്കായിട്ട് എടുക്കുക. പാലൊഴിച്ച് കൊടുക്കുന്നത് ഒത്തിരി കൂടിപ്പോയി ലൂസായി പോവല്ല. ഏകദേശം ഈ ഒരു തിക്ക് വേണം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ബീറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ മിക്സറിലിട്ട് അടിച്ചെടുക്കുകയും ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇങ്ങനെയാണോ എളുപ്പമെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വിസ്ക് വെച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തോളൂ. നല്ല തിക്കായിട്ട് ആയിരിക്കണം, ഒട്ടും തന്നെ ലൂസാവില്ല. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി വേണം. ഇത്രയും തന്നെ നല്ല തിക്കായിട്ട് വേണം. നമുക്കിനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഏലക്ക പൊടിച്ചതുണ്ടെങ്കിൽ അതായാലും മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഏലക്ക ഇല്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മതിയാവും. നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ഈ ബാറ്ററിലോട്ട് ഒരു 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ബാറ്റർ ഇപ്പം നല്ല കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇത്രയും മതിയാകും. നമുക്കിനി ഇത് നന്നായിട്ടത് കുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബാറ്റർ ഒരു 10-15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിപ്പോൾ ഒരു കുറച്ച് നേരം വെക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഈ ബാറ്റർ ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് അങ്ങ് തന്നിട്ടുണ്ടെങ്കിൽ പൊക്കോളും. ഞാൻ ഈ മിക്സിലോട്ട് പഞ്ചസാരയൊന്നും ഒട്ടും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. ബിസ്ക്കറ്റിനായാലും അത്യാവശ്യം നല്ല മധുരമുണ്ട്, അതുകൊണ്ട് പഞ്ചസാര ഒട്ടും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ബാറ്റർ ഒരു 30 തൊട്ട് 35 മിനിറ്റ് വരെ നന്നായി കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുക്ക് ചെയ്തെടുക്കുന്ന സ്റ്റീമറിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവൻ ഉണ്ടെങ്കിൽ ഓവനിലും കുക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കുക്കർ ഉണ്ടെങ്കിൽ കുക്കറിലും ചെയ്തെടുക്കാം. ഞാനിപ്പം സ്റ്റീമറിൽ ചെയ്തെടുക്കുന്നത്. നമുക്കൊരു 30-35 മിനിറ്റോളം സ്റ്റീമറിൽ കുക്ക് ചെയ്തെടുക്കാം. ഞാൻ നിങ്ങളോടൊരു കാര്യം നേരത്തെ പറയാൻ വിട്ടുപോയായിരുന്നു. കേക്കിൻ്റെ ബാറ്റർ ഏത് ബൗളിലാണോ നിങ്ങൾ മിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ബൗളിൽ നല്ലപോലെ എണ്ണ ഒഴിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കയ്യിലുള്ളത്, എണ്ണയോ നെയ്യോ എന്തെങ്കിലും നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് അതിന് മുകളിൽ ഒരു ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പറോടെ വെച്ച് കൊടുക്കുക. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ എണ്ണ അല്ലെങ്കിൽ നെയ്യ് ജസ്റ്റ് നന്നായിട്ട് ഒഴിച്ച് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടേ ബാറ്റർ അതിലോട്ട് ഒഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ ബാറ്റർ അടി ഒട്ടിപ്പിടിക്കും. ഒന്നെങ്കിൽ ബട്ടർ പേപ്പർ ഇടുക, അല്ലെങ്കിൽ എണ്ണയോ നെയ്യോ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്കിനി ഇതൊരു 30-35 മിനിറ്റോടെ നന്നായി കുക്ക് ചെയ്തെടുക്കാം. നമ്മളിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ബിസ്ക്കറ്റ് കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഈ കേക്ക് ഒരു 2 ലെയറായിട്ട് മുറിച്ചെടുക്കാം. എന്നിട്ട് ഈ കേക്കിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് ഒരു ലെയർ നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സെറ്റ് ചെയ്തെടുക്കാം. നമ്മളിവിടെ കേക്ക് 2 ലെയറായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു ലെയർ കുറച്ച് മേൽഭാഗം കുറച്ച് പൊട്ടിപ്പോയിട്ടുണ്ട്. അത് ഞാനത് കട്ട് ചെയ്തെടുത്തപ്പം കുറച്ച് പൊട്ടിപ്പോയതാണ്. നമുക്കിനി അത് സെറ്റ് ചെയ്തെടുക്കാം.
ഈ ലെയറിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ചോക്ലേറ്റും ഐസ്ക്രീമും എല്ലാം കൂടെ ചേർത്ത് വെച്ചേക്കുന്നത് മെൽറ്റ് ചെയ്തേക്കുന്നത് നമുക്കിതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റും ഐസ്ക്രീമും എല്ലാം കൂടെ മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഈ മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്കിത് ഇതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ലെയർ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ലെയർ കേക്ക് എടുത്ത് ഇതിൻ്റെ മുകളിലായി വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്ത് നന്നായി പ്രസ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ബാക്കി മിച്ചം വന്നിരിക്കുന്ന ഈ മെൽറ്റ് ചെയ്തേക്കുന്ന ചോക്ലേറ്റ് ഇതിന് മുകളിലായി കുറച്ചായി തേച്ച് കൊടുക്കാം. മിച്ചം കുറച്ച് ചോക്ലേറ്റ് നമ്മൾ ഇതിന് മുകളിലായി സ്പ്രെഡ് ചെയ്ത് നന്നായി കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജ് വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മളിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ബിസ്ക്കറ്റ് കേക്ക് ഇവിടെ റെഡിയാക്കി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. മൈദ, കൊക്കോ പൗഡർ അങ്ങനെയൊന്നും തന്നെ ചേർത്തിട്ടില്ല. മുട്ട അതൊന്നും ചേർത്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് ബിസ്ക്കറ്റും പാലും മെയിനായിട്ട് ചേർത്തേക്കുന്നത്. പഞ്ചസാരയും മുട്ടും തന്നെ ചേർത്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര വേണമെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിവിടെ ഈ പറഞ്ഞേക്കുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. വളരെ സോഫ്റ്റാണ്, വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ഈ കേക്കിനെ ഒരു ചെറിയ പീസായിട്ട് മുറിച്ച് നോക്കാം. നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. വളരെ ടേസ്റ്റിയാണ്, വളരെ സിമ്പിളാണ്. ഉൾഭാഗമായാലും പുറം ഭാഗമായാലും വളരെ സോഫ്റ്റാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു, ബൈ. ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് നേരം സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ പൊടിഞ്ഞിരിക്കുന്നത്. പൂർണ്ണമായിട്ടും കൂടെ സെറ്റായിട്ടില്ല. നിങ്ങൾ നന്നായി സെറ്റ് ചെയ്തതിന് ശേഷം മുറിച്ച് നോക്കുവാണെങ്കിൽ ഒട്ടും തന്നെ പൊടിഞ്ഞു പോകത്തില്ല. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു.